അള്ളാഹു ചില വിഭാഗത്തെ നശിപ്പിച്ചത് വമിൻഹും മൻ അഗ്റഖ്ന, ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചു ഫറോവയെയും അവന്റെ കിങ്കരന്മാരെയും. വമാ കാന അല്ലാഹു ലിയളിമഹും, അല്ലാഹു അവരോടൊരു ദുൽമും ചെയ്തിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ, പക്ഷെ സ്വന്തത്തോട് അവര് തന്നെ ദുൽമ് ചെയ്തു, അക്രമം ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴത്തെ ഏറ്റവും ഫ്രഷ് വാർത്ത ഒളി ക്യാമറയാ അല്ലേ? അത് നമ്മുടെ സ്വന്തം ജില്ലയിൽ. എന്നാൽ സഹോദരങ്ങളെ, തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് കേൾക്കണോ? 2010 മാർച്ച് 11 വ്യാഴം, ഈ മാസം തന്നെ നടന്ന സംഭവമാണ് ഇല്ലേ? ഇന്ന് മാർച്ച് എത്രയാ? 19. നാളെ എത്രയാ? നാളെ ഏത് മാസം? ഏപ്രിൽ. നാളെ ദിവസം എന്തൊരു പ്രത്യേകതയില്ലേ? കള്ളം പറയാവുന്ന ദിവസം അല്ലേ? അത് ശരി. നാളെ അല്ലേ കള്ളം പറയാവുന്ന ദിവസം? കള്ളം പറയാവോ നാളെ? പറയാവോ? നാളെ കള്ളം പറയാവോ? ഏപ്രിൽ കൂളോ? ഏപ്രിൽ ഫൂൾ. അങ്ങനെ ഒരു ദിവസം ഇസ്ലാമിക ശരീഅത്തിലില്ല കേട്ടോ. കള്ളം പറയൽ അനുവദിക്കപ്പെട്ട ദിവസം. പിന്നെന്താ? വാലന്റൈൻസ് ഡേ, പ്രേമിക്കാൻ ഒരു ദിവസം. ഓരോന്നിനും ഓരോ ദിവസം വെച്ചിരിക്കുക. പ്രേമിക്കാൻ ഒരു ദിവസം, ലവ് ലെറ്റർ കൊടുക്കാൻ ഒരു ദിവസം. സമൂഹം എങ്ങോട്ടാ പോകുന്നത്? നോക്കൂ, മകളെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന മാതാവ് അറസ്റ്റിൽ. മകളും ഉമ്മയും ഫോട്ടോ എല്ലാ പത്രത്തിലുണ്ടായിരുന്നു. ഈ പത്രം തേജസിന്റെ കട്ടിംഗ് ആണ്. പറഞ്ഞു മനസ്സിലായോ? മകളെ കൊലപ്പെടുത്താൻ നോക്കും. നല്ലൊരു മോളുടെ പേര് സജന എന്നാണ്, 16 വയസ്സ്, സജന മോൾ. ആ മോളെ പിന്നിലൂടെ വന്ന് കാമുകൻ ഷാളിട്ട് ഞെരിച്ചു കൊന്നു. കൊല്ലാൻ പറഞ്ഞതാരാ? ഈ പെണ്ണിനെ നൊന്ത് പ്രസവിച്ച മാതാവ് തന്നെ. മാതാവിന്റെ പേര് റജില എന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സംഭവം. സുഹൃത്തുക്കളെ, ഒരു ടാക്സി ഡ്രൈവർ, പേര് ഞാൻ പറയുന്നില്ല, ഈ സജനയുടെ വല്യുമ്മയുടെ മകൾ ആ ടാക്സി ഡ്രൈവർ അടുത്തായിരുന്നു താമസം. ഞാൻ ചുരുക്കി പറയുകയാണ്. ഒരു ടാക്സി ഡ്രൈവർ, ജീപ്പ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ, ചെറുപ്പക്കാരൻ, മാതാപിതാക്കളോടും കുടുംബത്തോടും ഒപ്പം ജീവിക്കുക. അപ്പൊ ഈ സജന എന്ന് പറയുന്ന ഈ കുട്ടിയുടെ വല്യുമ്മയുടെ മകള് ഈ ടാക്സി ഡ്രൈവർ അടുത്തായിരുന്നു താമസം. ഒരു ദിവസം ഈ ടാക്സി ഡ്രൈവറുടെ മൊബൈൽ ഇങ്ങോട്ട് വാങ്ങിച്ചു. ആര്? വല്യുമ്മയുടെ മോള്. എന്നിട്ട് സജനയുടെ ഉമ്മ റജുലയ്ക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഫോൺ അങ്ങ് കൊടുത്തു. പക്ഷേ ഈ ടാക്സി ഡ്രൈവർ ആ നമ്പർ നോട്ട് ചെയ്തു വെച്ചു. പിന്നെ ഒരു ദിവസം ഈ ഡ്രൈവർ വിളിച്ചു. ആരെ? റജുലയെ. വീണ്ടും വിളിച്ചു. ആദ്യം മിസ് കോളാ പോയത്. അങ്ങനെ അത് മാനസികമായ അടുപ്പമായി. സുഹൃത്തുക്കളെ, പിന്നെ പലപ്പോഴും ഈ ടാക്സി ഡ്രൈവർ ഈ സജന എന്ന കൊല്ലപ്പെട്ട 16 വയസ്സുകാരി പെണ്ണിന്റെ മാതാവ് താമസിക്കുന്ന അവരുടെ വീട്ടിൽ രാത്രി എത്താൻ തുടങ്ങി. ഉമ്മ എന്തു ചെയ്തു? രഹസ്യമായി വാതിൽ തുറന്നു കൊടുത്തു. തട്ടുംപുറത്ത് ദിവസങ്ങളോളം തട്ടുംപുറത്ത് താമസിച്ചു. എവിടെ എത്തി? ഭർത്താവ് എവിടെയാ? മസ്കറ്റിൽ, ഗൾഫിൽ. സുബ്ഹാനല്ലാഹ്. കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് കുടുംബ വാർത്തകളിൽ ഒന്നാണിത്. പാവം സജന മോൾ. അവൾ എന്ത് തെറ്റ് ചെയ്തു? അവൾ പറഞ്ഞു, ഉമ്മ, ഞാനിത് ഉപ്പയെ വിളിച്ചറിയിക്കും. ഇത്രയേ പറഞ്ഞുള്ളൂ അവൾ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കാണാം ഈ റിപ്പോർട്ട്. ഏറ്റവും ഫ്രഷ് റിപ്പോർട്ടാണിത്. സുഹൃത്തുക്കളെ, ഇവിടെ വില്ലനായത് മൊബൈൽ ഫോണാണ് അല്ലേ? മൊബൈലല്ലേ ഇവിടെ വില്ലനായത്? നോക്കൂ, മറ്റൊരു പേപ്പർ കട്ടിംഗ് ആണിത്. കുട്ടികൾ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ രക്ഷകർത്താക്കൾ ജാഗ്രത കാണിക്കണം. DGP, കേരള DGPയുടെ വാർത്തയാണിത്. നോക്കൂ, കേരളത്തിൽ കൗമാര ആത്മഹത്യക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് രക്ഷകർത്താക്കൾ, അധ്യാപകർ എന്നിവർ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പോലീസ് DGP നിർദ്ദേശിച്ചു. അടുത്ത കാലത്തായി കൗമാരക്കാരായ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതലും വിദ്യാർത്ഥിനികളാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ AC ചേർക്കാറിൽ ട്രെയിനിൽ വരുമ്പോ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല. ടീനേജ് പ്രായത്തിൽപ്പെട്ട ഒരു പെണ്ണും ഒരു ചെറുപ്പക്കാരനും തൊടുന്നു, മാന്തുന്നു, പിടിക്കുന്നു. പിന്നെ ഉള്ളത് ഈ സദസ്സിനോട് പറയാൻ പറ്റൂല. എന്തൊരവസ്ഥയാണിത്?
ഇതാണോ നമ്മുടെ ക്യാമ്പസ്? ഇതാണോ നമ്മുടെ കലാലയം നൽകുന്നത്? സുഹൃത്തുക്കളെ, ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? കോട്ടയം ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമൺ. എന്റെ വീട്ടിൽ നിന്ന് 23 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാഗമണ്ണിലെത്താം. അവിടെ ഒരു ആത്മഹത്യാ മുനമ്പുണ്ട്. 6 ദിവസമായി അഴുകിക്കിടക്കുന്ന കമിതാക്കൾ. 6 ദിവസമായി അഴുകിക്കിടക്കുന്ന കമിതാക്കൾ. അതിൽ സുഹൃത്തുക്കളെ, അയാൾക്ക് ഭാര്യയും കുട്ടികളും ഉള്ളതാണ്. ആ പെൺകുട്ടി ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ജോലിയായിരുന്നു. മർഹബ. സഹോദരങ്ങളെ, കേരള DGP ആണ് പറയുന്നത്, അനുദിനം കേരളത്തിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു, കൂടുതൽ പെൺകുട്ടികൾ. മക്കളെ പഠിക്കാൻ വിടണോ വേണ്ടേ? പഠിച്ചില്ലെങ്കിലും പ്രശ്നം, പഠിച്ചാലും പ്രശ്നം. വിശ്വസിച്ച് പെൺകുട്ടികളെ വിട്ടാൽ കിട്ടുമെന്ന് ഉറപ്പില്ല. +2 കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിനോ അല്ലെങ്കിൽ മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ എടുക്കാൻ നമ്മുടെ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോൾ രക്ഷിതാക്കളുടെ നെഞ്ച് ഇടിക്കുകയാണ്. റബ്ബേ, എന്റെ മോൾ, എന്റെ മോൻ. ഈരാറ്റുപേട്ടയിൽ നിന്നും, കോട്ടയം ജില്ലയിൽ ഞാൻ താമസിക്കുന്ന ഈരാറ്റുപേട്ടയിൽ നിന്നും 5 കിലോമീറ്റർ അപ്പുറത്ത് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. പൂഞ്ഞാർ എന്നാണ് സ്ഥലത്തിന്റെ പേര്. 2 മാസം മുമ്പ് അവിടെ ഒരു ആത്മഹത്യ നടന്നു. എന്തായിരുന്നു ആ കൊച്ചിന്റെ പേര്? ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് സ്വദേശിയാണ്. ബാപ്പ ഗൾഫില്. എന്റെ മകൻ ഷമ്മാസ് പഠിക്കുന്ന അതേ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ക്ലാസ്മേറ്റിന്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് ഈ പെൺകുട്ടി ജീവിക്കുകയായിരുന്നു. ഈ പെണ്ണിന്റെ ബിടെക്കിന് പഠിക്കുന്ന ഈ കുട്ടിയുടെ ക്ലാസ്സിലെ കൊല്ലംകാരനായ മറ്റൊരു മുസ്ലിം ചെറുപ്പക്കാരനുമായി ഈ പെണ്ണ് പ്രേമത്തിലായി. ഒരു ദിവസം ഇയാൾ സന്ദർശിക്കാൻ വന്നു താമസിക്കുന്ന വീട്ടിൽ. സംസാരിച്ചു കഴിഞ്ഞ് ഓടിപ്പോയി 2ാം നിലയിലെ റൂമിൽ ആ പെണ്ണ് വാതിൽ കുറ്റിയടച്ചു. ബിടെക്കുകാരിയല്ലേ, ചില കൃത്രിമങ്ങളൊക്കെ മൊബൈൽ കാണിച്ചു. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? പെട്ടെന്നൊന്നും അതിനുള്ള കോഡ് നമ്പറൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടങ്ങ് റാഹത്തായിട്ട് മഗ്‌രിബ് നിസ്കരിച്ചു. എന്നിട്ടങ്ങ് റാഹത്തായിട്ടങ്ങ് ഫാനിൽ കെട്ടിത്തൂങ്ങി. ചത്തെന്ന് പറ. എന്താ, ചാകാനാ പഠിക്കാൻ വിടുന്നത്? പഠിക്കാൻ വിടുന്ന പ്രേമിക്കാനാ ആണോ? സുഹൃത്തുക്കളെ, രാത്രി എറണാകുളത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സിൽ യാത്ര ചെയ്യാൻ കൊള്ളുമോ? ഇപ്പോ നമ്മുടെ ട്രെയിനിലെ ബാത്റൂമുകളിൽ ഒന്ന് ആ പരിസരത്തേക്ക് ഒന്ന് ഇങ്ങനെ നോക്കാൻ പറ്റുമോ? പ്ലീസ് കോൾ മീ, എന്നെ വിളിക്കുക. നമ്പർ എഴുതി വെച്ചിരിക്കുക. വൃത്തികെട്ട ചിത്രങ്ങൾ കുട്ടികൾ എഴുതി വെച്ചിരിക്കുന്നു. KSRTCയുടെ പബ്ലിക് ബാത്റൂമിൽ നമുക്ക് കടക്കാൻ കൊള്ളുമോ ഇന്ന്? എങ്ങോട്ടാ ലോകം പോകുന്നത്? ഇതെല്ലാം കണ്ടിട്ട് മൗനം ദീക്ഷിക്കുക വേണ്ടത് ആണോ? പ്രവാചകൻ പറഞ്ഞു, മൗനം ദീക്ഷിക്കരുത്, പ്രതികരിക്കണം. മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദി, കൈകൊണ്ട് പ്രതികരിക്കട്ടെ, കൈകൊണ്ട് ചോദ്യം ചെയ്യട്ടെ. ഫമല്ലം യസ്തതി, അവൻ അതിന് കഴിയില്ലെങ്കിൽ ഫബിലിസാനിഹി, നാവുകൊണ്ട് എതിർക്കട്ടെ. ഫഇല്ലം യസ്തതി, നാവുകൊണ്ട് എതിർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫബിഖൽബിഹി, അവന്റെ ഹൃദയം കൊണ്ട് അവൻ വെറുക്കട്ടെ. വദാലിക അളഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ വിശ്വാസത്തിന്റെ താഴ്ന്ന പടിയാണ്. തെറ്റ് കണ്ടാൽ സുഹൃത്തുക്കളെ കൈകൊണ്ട് അതിനെ തടയണം. പറ്റില്ലേ നാവ് കൊണ്ട് തടയണം. പറ്റില്ലേ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കണം. കാരണം സമൂഹം അപകടത്തിലേക്കാണ് പോകുന്നത്. നോക്കൂ, കേരള DGP പറയുകയാണ്, കുട്ടികൾ ദിവസവും പുറത്തു പോകുന്നതും തിരികെ വീട്ടിൽ എത്തുന്നതും യഥാസമയം ആണ് എന്ന് ഉറപ്പുവരുത്തണം.